ഷോഫീഖാന്റെ പുര കത്തിപ്പടരുമ്പോൾ അതിനുള്ളിലിരുന്ന് കഴുക്കോലൂരുന്ന ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചൂടേറിയ വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച പൊടിപൊടിക്കുമ്പോൾ സ്വാഭാവികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ചർച്ചയിൽ സജീവമായി തന്നെ അദ്ദേഹം ഉണ്ടാകണം. അതൊരു പക്ഷേ തനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ ആ ബില്ലിൽ സംഭവിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന് അതിനെ സഗൗരവം കേൾക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് ഓരോരുത്തരും പറയുന്ന ഗൗരവതരമായ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതല്ലേ? അത് കേൾക്കുന്നതിന് പകരം ഷാഫിയുടെ ബിസിനസ് എന്താണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കാണൂ, നിങ്ങൾ തന്നെ വിലയിരുത്തും. തൊട്ടടുത്തിരുന്ന വ്യക്തിയുടെ കൈ തടകിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു തടവൽ? ഇത്രയും വലിയ ചർച്ച നടക്കുന്ന സമയത്ത് ഷോഫിക്ക് അത് ചർച്ചയില്ലാതെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിലേക്ക് ഇങ്ങനെ തടവി മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ്? പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പലതരത്തിലുള്ള പ്രചരണങ്ങളും ഇത് സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലൊക്കെ നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഷാഫി എവിടെ പോയാലും ഷാഫിയുടെ ബിസിനസ് ഇതൊക്കെ തന്നെയാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമായിട്ട് കമന്റായും രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇവന്റ് നടക്കുന്ന സമയത്ത് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ, തൊട്ടടുത്തിരുന്ന വ്യക്തിക്ക് അഭിമുഖമായി ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കൈക്ക് എന്തോ സംഭവിച്ചതിന് അദ്ദേഹം തടവി കൊടുക്കുന്ന ഒരു ഫീലാണ്. ഒരുപക്ഷെ ആ തടവല് കണ്ടിട്ട് ആ ജനപ്രതിനിധിയുടെ ഭാര്യ പോലും ഇതുവരെ തടവി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടാകും. ചില കിംവദന്തികൾ പ്രചരിക്കുന്നതിൽ വസ്തുതയുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുന്നതാണ് ഈ ദൃശ്യങ്ങളെന്ന് പറയുന്നു. ഷാഫിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബേഴ്സും പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി കേൾക്കാനിടയായി. അത്തരം കഥകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംതിങ് ഉണ്ടോ എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഷാഫി സഭയിൽ കാട്ടിയതെന്ന് ഒരേ സ്വരത്തിൽ നാട്ടുകാർ പറയുന്നു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേ, ഇത്രയും വലിയ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ അവിടെ നടക്കും, അതൊക്കെ നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ വഴിക്ക് പോകണമെന്ന് ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്?